കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കടലാക്രമണം രൂക്ഷം. തിരുവനന്തപുരം പൂത്തുറയിൽ വീടുകൾ ഭാഗികമായി തകർന്നു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വിവിധയിടങ്ങളിൽ കടലേറ്റമുണ്ടായി. ഇന്നലെ രാത്രിയോടെയാണ് കള്ളക്കടൽ പ്രതിഭാസം രൂക്ഷമായത്. തിരുവനന്തപുരം പൂത്തുറയിൽ വീടുകളിൽ വെള്ളം കയറിയതോടെ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. പല വീടുകളും ഭാഗികമായി തകർന്നു. ഇന്ന് രാവിലെ മുതൽ കടലടിക്കണമെന്ന് അപ്പുറത്തുനിന്ന് ആൾക്കാർ പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്ത് ഇവിടെ വാതിലിന്റെ ഇവിടെ നിന്നു. ഒരു 7:30 മണിയായപ്പോഴാണ് കടലടിച്ച് ഈ ജനലിന്റെ താഴെയുള്ള ടൈലോടെ ഇങ്ങനെ അടിച്ച് വെളിയിൽ വന്നു. അഞ്ചുതെങ്ങ് തീരദേശ റോഡിൽ വെള്ളം കയറിയതോടെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കൊല്ലം, മുണ്ടയ്ക്കൽ, വെടിക്കുന്ന്, ഇരവിപുരം, ആലപ്പാട് തുടങ്ങിയിടങ്ങളിൽ കടൽക്ഷോഭമുണ്ടായി. മത്സ്യബന്ധന വള്ളങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിനാൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. തൃശൂർ ജില്ലയിലും രൂക്ഷമായ കടൽക്ഷോഭമുണ്ടായി. ചന്തക്കടപ്പുറം, അറപ്പക്കടവ്, പുതിയ റോഡ്, പെരിഞ്ഞനം സമിതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടലേറ്റമുണ്ടായത്. മുന്നറിയിപ്പ് പ്രകാരം പലരും മാറി താമസിച്ചത് അപകടമൊഴിവാക്കി. കേരള തീരത്ത് ഇന്നും നാളെയും കള്ളക്കടൽ പ്രതിഭാസം തുടരാനാണ് സാധ്യത. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.